ഒരു സ്ത്രീ വന്ന് പറയുന്നു ഉന്നതരായ പോലീസുകാർ തന്നെ പരാതി പറയാൻ ചെന്നപ്പോൾ പീഡിപ്പിച്ചു എന്ന കാര്യം. ഉടനെ തന്നെ വളരെ പ്രാധാന്യത്തോടെയാണ് ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത പുറത്തുവിടുന്നത്. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ആ വാർത്ത മുങ്ങിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇവർ പുറത്തുവിട്ട് കുറച്ച് സമയത്തിന് ശേഷം തന്നെ മീഡിയ വണ്ണും ഏഷ്യാനെറ്റും അടക്കമുള്ള ചാനലുകൾ ഇതിനെതിരെ പോലീസുകാരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുകയും ഉടനെ തന്നെ ഈ വാർത്ത മുങ്ങിപ്പോവുകയും ജനങ്ങൾ തന്നെ അത്ഭുതപ്പെടുകയും ചെയ്തു. കാരണം എല്ലാവർക്കും തന്നെ കൺഫ്യൂഷനായി. ഞാനടക്കമുള്ള എല്ലാവരും ഈ സ്ത്രീ പറയുന്നതാണോ സത്യം അതോ പോലീസുകാർ പറയുന്നതാണോ സത്യം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ തന്നെ ഈ പോലീസുകാർ തന്നെ രംഗത്തെത്തുകയും ഇത് തികച്ചും കെട്ടിച്ചമച്ചതാണെന്ന രീതിയിൽ അവർ തന്നെ പറയുകയും ചെയ്യുന്നു. അതനുസരിച്ച് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. മാധ്യമ പ്രവർത്തകർ അവരോട് ചോദ്യം ചോദിക്കുന്നു. ഹണി ട്രാപ്പിൽ കേസെടുത്തിട്ടുണ്ടോ സി ഐ താങ്കൾ? എന്ത് അടിസ്ഥാനത്തിലാണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു? ഞാൻ പറയട്ടെ, അത് പറയൂ. രേഖാമൂലമുള്ള പരാതികൾ ലഭിച്ചതിൽ കേസെടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധ്യമല്ല. ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ? രേഖാമൂലമുള്ള പരാതി ലഭിക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട്. അവർ ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ? ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ? ഈ പരാതിയുടെ പിന്നിൽ ഗൂഢാലോചന ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ എന്ത് ചെയ്യുക, കേരള പോലീസിനെ പ്രതിസന്ധിയിൽ നിർത്താനും ഉദ്യോഗസ്ഥന്മാരെ കരിവാരി തേച്ച് സർക്കാരിനെ വികലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൂഢാലോചന. ഹണി ട്രാപ്പ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ ഒരു നായകനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ നായകന്മാർക്കെതിരെ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു മാനിനെ ചെന്നായക്കൂട്ടങ്ങൾ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതുപോലെ ആയിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. പക്ഷേ ഇവിടെ റിപ്പോർട്ടർ TV മാത്രമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. അതുകൊണ്ട് അവർ മാത്രം ചോദിക്കട്ടെ എന്ന രീതിയിൽ മറ്റുള്ളവരെല്ലാം വെറുതെ മൈക്കും പിടിച്ച് കോലും പിടിച്ച് ഇവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനൊരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇത് യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾ ഉടനെ തന്നെ ഉറപ്പിക്കുകയും ഈ സ്ത്രീ തെറ്റുകാരിയാണെന്ന രീതിയിൽ, ഇവർ കള്ളം പറയുകയാണെന്ന രീതിയിൽ ഇവർ തന്നെ ഉറപ്പിച്ച് കാര്യങ്ങൾ നീക്കുകയും, എന്നാൽ റിപ്പോർട്ടർ മാത്രം ഇവർ കള്ളമല്ല പറയുന്നത്, ഇവരുടെ യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പലതരത്തിലും ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തു തന്നെ ആയാലും എന്തുകൊണ്ടായിരിക്കും മറ്റുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് പിന്നാലെ പോവാതിരിക്കുകയും ഇതിന് ഈ സ്ത്രീക്കെതിരായി തന്നെ നിലകൊള്ളുകയും ചെയ്തത് എന്ന് മാത്രമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരുപക്ഷെ ഈ സ്ത്രീ കള്ളം പറയുകയാണെന്ന് തോന്നിയത് കൊണ്ടാണെങ്കിൽ മിനിറ്റുകൾക്കകം തന്നെ ഇവർക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? അതിലുമുപരി ആ സ്ത്രീ ഹണി ട്രാപ്പ് അടക്കം ചെയ്യുന്നവരാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ ഒരു പരാതിയെങ്കിലും മുമ്പേ ഉണ്ടാവേണ്ടതല്ലേ? പക്ഷേ ഇതുവരെ ഒരു പരാതി പോലും ഇല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ത്രീ തെറ്റുകാരിയാണെങ്കിൽ തന്നെ വ്യക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമല്ലേ മാധ്യമങ്ങൾ ഇതുപോലെ വിധി എഴുതേണ്ടത്?